ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲಾ ನೂತನ ಖಾಜಿಯಾಗಿ ಪಾಣಕಾಡ್ ಸೈಯದ್ ನಾಜಿರ್ ಅಬ್ದುಲ್ ಹಯ್ಯ ಶಿಹಾಬುದ್ದೀನ್ ಬಾಲವಿ ಅವರು ಬಂದರ್ ಅನ್ಸಾರಿ ರಸ್ತೆಯಲ್ಲಿರುವ ಝೀನತ್ ಬಕ್ಸ್ ಯತೀಮ್ ಖಾನಾ ಹಾಲ್ನಲ್ಲಿ ನಡೆದ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಅಧಿಕಾರವನ್ನು ಸ್ವೀಕರಿಸಿದರು. പറയപ്പെട്ട ഉദ്ദേശിക്കപ്പെട്ട നിങ്ങളെല്ലാവരും വന്നു ചേർന്നിട്ടുള്ള ഈ പ്രത്യേക മഹല്ലുകളിലേക്ക് ഖാദിയായി നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുൽ നാസിർ തങ്ങളെ ഖാദിയായി നിശ്ചയിച്ചുകൊണ്ട് അധികാരപ്പെടുത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹി. ಬಳಿಕ ಮಾತನಾಡಿದ ಇವರು ಖಾಜಿ ಸ್ಥಾನದ ಜವಾಬ್ದಾರಿಯನ್ನು ವಹಿಸಿಕೊಳ್ಳುವಂತೆ ಮಂಗಳೂರಿನ ಪ್ರಮುಖರು ಕೇಳಿಕೊಂಡ ಬಳಿಕ ತಾನು ಸಮಸ್ತ ಅಧ್ಯಕ್ಷರಾದ ಜಿಫ್ರಿ ಮುತ್ತುಕೋಯ ತಂಗಳ್ ಬಳಿ ಸಮಾಲೋಚಿಸಿ ತಾವೇ ಈ ಹೊಣೆಗಾರಿಕೆಯನ್ನು ವಹಿಸಿಕೊಳ್ಳಬೇಕು ಎಂದು ವಿನಂತಿಸಿದ. ಆದರೆ ಜಿಫ್ರಿ ತಂಗಳ್ ಅತ್ಯಂತ ಸಂತೋಷದಿಂದ ಸಮ್ಮತಿಯನ್ನು ನೀಡಿ ತನ್ನಲ್ಲಿ ಜವಾಬ್ದಾರಿ ನಿರ್ವಹಿಸುವಂತೆ ಸೂಚಿಸಿದ್ರು. ಅದರಂತೆ ಮತ್ತು ನಿಮ್ಮೆಲ್ಲರ ಅಪೇಕ್ಷೆಯಂತೆ ತಾನಿಂದು ಖಾಜಿಯಾಗಿ ಹೊಣೆಗಾರಿಕೆಯನ್ನು ವಹಿಸಿಕೊಂಡಿರುವ ಶಾಂತಿಯ ನೆಲೆಬೀಡಾದ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯಲ್ಲಿ ನಾವೆಲ್ಲ ಸೌಹಾರ್ದದ ವಾತಾವರಣವನ್ನು ರೂಪಿಸೋಣ, ಪರಸ್ಪರ ಐಕ್ಯತೆ ಸಹೋದರತೆಯನ್ನು ಮುನ್ನಡೆಸೋಣ ಅಂತ ಹೇಳಿದ್ದಾರೆ. ചരിത്ര പ്രസിദ്ധമായ ബന്ദ്രപള്ളിയുടെയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ മശായിഖന്മാർ, പ്രത്യേകിച്ച് ഷെയ്ഖുൽ മശായിഖ് സയ്യിദ് മുഹമ്മദ് മൗലാദി അൽ-മസ്താനി ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മഖ്ബറയുടെയും പവിത്രത തൊട്ടറിഞ്ഞ് അവിടെ സിയാറത്ത് ചെയ്താണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത്. അള്ളാഹു അവരുടെ മദതും ഹിമായത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദൗത്യം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ. നമ്മുടെ ഉമ്മത്തിൻ്റെ അമരക്കാരനും നമ്മുടെ എല്ലാവരുടെയും തണലുമായ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ സാന്നിധ്യത്തിലും അനുഗ്രഹത്തിലുമാണ് ഈ എളിയവൻ ഈ ഭാരം ഏറ്റെടുക്കുന്നത്. തങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എനിക്ക് നൽകുന്ന ശക്തി ചെറുതല്ല. മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ അവർക്ക് പൂർണ്ണ പിന്തുണയും പ്രാർത്ഥനയും അനുവാദവും നൽകിയിട്ടുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. 2 ദിവസം മുന്നേ ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെ കുടുംബവുമാണ് അദ്ദേഹം. എൻ്റെ ഭാര്യ ജിഫ്രി കുടുംബമാണ്, എൻ്റെ ഭാര്യയുടെ കുടുംബമാണ് അദ്ദേഹം. ഞാനുമായി ഏറെ ബന്ധമുള്ള ഒരു വലിയ നമ്മുടെ പണ്ഡിതൻ, സംസ്ഥയുടെ അമരക്കാരൻ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞു, ഞാനിത് ഒഴിവാകുകയാണ്, നിങ്ങളെന്നെ എല്ലാം ഏറ്റെടുത്താൽ ഏറ്റവും നല്ലതല്ലേ. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഒരിക്കലും അരുത്, നിങ്ങൾ ആ സ്ഥാനം ഏറ്റെടുക്കണം. എനിക്ക് അന്ന് വരാൻ സാധ്യമല്ല, ആയതുകൊണ്ട് ഞാൻ മറ്റൊരവസരത്തിൽ ആ ബന്ദ്രപള്ളിയിൽ വരും, നമുക്കത് ഉഷാറാക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുവാദവും നമ്മളിവിടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದ್ದ ಮಸ್ಜಿದ್ ಝೀನತ್ ಬಕ್ಸ್ ಮತ್ತು ಈದ್ಗಾ ಜುಮಾ ಮಸ್ಜಿದ್ ಅಧ್ಯಕ್ಷರಾದ ಡಾಕ್ಟರ್ ಹಾಜಿ ಏನಪ್ಪಯ್ಯ ಅಬ್ದುಲ್ಲಾ ಕುನ್ನಿ ಮಾತನಾಡಿ, ಪಾಣಕ್ಕಡ್ ಕುಟುಂಬದ ಸಯ್ಯದ್ ನಾಸಿರ್ ಶಿಹಾಬುದ್ದೀನ್ ಬಾಲವಿ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಖಾಜಿಯಾಗಿ ಹೊಣೆಗಾರಿಕೆಯನ್ನು ವಹಿಸಿಕೊಂಡಿರುವುದು ಅತ್ಯಂತ ಸಂತೋಷದ ವಿಚಾರ ಅಂತ ಹೇಳಿದರು. ಇಂದು ದಕ್ಷಿಣ ಕನ್ನಡ ಇತಿಹಾಸದಲ್ಲಿ ಒಂದು ಮಹತ್ವ ಮತ್ತು ಸಂತೋಷದ ದಿನವಾಗಿದೆ.
ಜಿಲ್ಲೆಯ ಅನೇಕ ಮಸೀದಿಗಳು ಧಾರ್ಮಿಕ ಹಾಗೂ ಸಾಮಾಜಿಕ ಸಂಘಗಳ ಒಮ್ಮತದ ನಿರ್ಧಾರದಂತೆ ಪಾನಕಾಡ್ ಸೈಯದ್ ನಾಸಿರ್ ಐ ಶಿಹಾಬ್ ತಂಗಳನ್ನು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ನೂತನ ಕಾಜಿಯಾಗಿ ಆಯ್ಕೆ ಮಾಡಲಾಗಿದೆ. ಈ ಹಿನ್ನೆಲೆಯಲ್ಲಿ ನಾವು ಪಾನಕಾಡ್ ಸೈಯದ್ ಸಾದಿಕ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಳ್ ಅವರಿಂದ ಕಾಜಿ ಪಟ್ಟವನ್ನು ಸ್ವೀಕರಿಸಿದ್ದಾರೆ. ಅಧಿಕೃತ ಅಧಿಕಾರ ವಹಿಸಿಕೊಳ್ಳಲಿದ್ದಾರೆ. ಈ ಶುಭ ಸಂದರ್ಭದಲ್ಲಿ ಅವರಿಗೆ ನನ್ನ ಹೃತ್ಪೂರ್ವಕ ಅಭಿನಂದನೆಗಳನ್ನು ಅರ್ಪಿಸುತ್ತೇನೆ. ಪಾನಕಾಡ್ ಪರಂಪರೆಯ ಸೈಯದ್ ನಾಸಿರ್ ಐ ಶಿಹಾಬ್ ತಂಗಳ್ ಅವರ ಜವಾಬ್ದಾರಿಯನ್ನು ವಹಿಸಿಕೊಳ್ಳುತ್ತಿರುವುದು ನಮಗೆಲ್ಲರಿಗೂ ಒಂದು ಬಹಳ ಸಂತೋಷದ ಮತ್ತು ಹೆಮ್ಮೆಯ ವಿಷಯವಾಗಿದೆ. ಪಾನಕಾಡ್ ಸೈಯದ್ ನಾಸಿರ್ ಐ ಶಿಹಾಬ್ ತಂಗಳ್ ಅವರು ಕೇರಳ ರಾಜ್ಯದಲ್ಲಿ ಸುಮಾರು 300ಕ್ಕೂ ಹೆಚ್ಚು ಅಧಿಕ ಮಸೀದಿಗಳ ಕಾಜಿಯಾಗಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಾರೆ. ಅನೇಕ ಧಾರ್ಮಿಕ ಮತ್ತು ಸಾಮಾಜಿಕ ಸಂಸ್ಥೆಗಳಲ್ಲಿ ಮಾರ್ಗದರ್ಶಕರಾಗಿ ಕಾರ್ಯನಿರ್ವಹಿಸುತ್ತಿದ್ದಾರೆ. ಅವರ ಅನುಭವ, ಅವರ ಸರಳ ವ್ಯಕ್ತಿತ್ವ ಈ ಜವಾಬ್ದಾರಿಗೆ ಇನ್ನಷ್ಟು ಗೌರವ ತಂದಿದೆ. ಕಾರ್ಯಕ್ರಮ ಉದ್ಘಾಟಿಸಿ ಮಾತನಾಡಿದ ಸಮಸ್ತ ವಿದ್ಯಾಭ್ಯಾಸ ಬೋರ್ಡ್ ಕೋಶಾಧಿಕಾರಿ, ಕೇರಳ ಮುಸ್ಲಿಂ ಲೀಗ್ ಅಧ್ಯಕ್ಷ, ಎಸ್ವೈಎಸ್ ಕೇಂದ್ರ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷ ಸೈಯದ್ ಸಾದಿಕ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಳ್, ಮಂಗಳೂರು ತನ್ನದೇ ಆದ ಇಸ್ಲಾಮಿಕ್ ಚರಿತ್ರೆಯನ್ನು ಹೊಂದಿದೆ. ನಮ್ಮ ಹಿರಿಯರು ಧರ್ಮ ಪ್ರಚಾರಕ್ಕೆ ಇಲ್ಲಿಗೆ ಬಂದಾಗ ಇಲ್ಲಿನ ಸಹೋದರ ಧರ್ಮೀಯರು ಅತ್ಯಂತ ಆದರದಿಂದ ಸ್ವಾಗತಿಸಿದರು. ಅಂತಹ ಮಂಗಳೂರನ್ನ ಕೇಂದ್ರೀಕರಿಸಿಕೊಂಡು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಖಾಜಿಯಾಗಿ ಅಧಿಕಾರ ಸ್ವೀಕರಿಸಿರುವ ಸೈಯದ್ ನಾಸಿರ್ ಶಿಹಾಬುದ್ದೀನ್ ಬಾಲವಿ ಅವರಿಗೆ ಹೊಣೆಗಾರಿಕೆ ನಿರ್ವಹಿಸಲು ದೇವರು ಅನುಗ್ರಹಿಸಲಿ ಅಂತ ಹೇಳಿದ್ರು. ആയിരത്താണ്ടുകളുടെ പാരമ്പര്യം കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, മംഗലാപുരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നിവിടെ പറയപ്പെടുകയുണ്ടായി. നമ്മുടെ ഈ ബദർപള്ളി അങ്കണവും അതുതന്നെ ഇവിടെ സ്ഥാപിതമായതും പിന്നീട് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് സ്ഥാപിതമായത് പ്രിയപ്പെട്ട മഹാനായ മാലിക്കുദ്ദീൻ വിവാഹിന്റെ ആ കാലഘട്ടത്തിൽ പിന്നെ ടിപ്പുവിൻ്റെ കാലത്ത് ഇത് പുനരുദ്ധാരണം ചെയ്യപ്പെട്ടു. ആ ഒരു പാരമ്പര്യം ഇന്നും തുടർന്നു വരുന്നു. മംഗലാപുരത്തിൻ്റെ മാത്രമല്ല ദക്ഷിണ കന്നഡയുടെ തന്നെ ആത്മീയ കേന്ദ്രമായിട്ട് ഈ മംഗലാപുരം ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. കർണാടകയുടെ തന്നെ ഏറ്റവും ഇസ്ലാമികമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ ജ്വലിക്കുന്ന ഉദാഹരണമാണ് കർണാടകയും മംഗലാപുരവും അതിൻ്റെ ചരിത്ര പശ്ചാത്തലം. തൊട്ടപ്പുറത്ത് കാസർഗോഡ് മഹാനായ മാലിക്കുദ്ദീൻ അവിടുത്തെ അന്ത്യവിശ്രമ കേന്ദ്രം. അവർ കേരളത്തിൽ വന്നത് അത് ഇന്ത്യയിലേക്ക് തന്നെയുള്ള ഇസ്ലാമിൻ്റെ ജിഹ്വയുമായിട്ടാണ് കടന്നു പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് അബൂ നാസർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, എൻ്റെ വന്ധ്യ ജ്യേഷ്ഠൻ, നാസർ അലി ശിഹാബിൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹമാണ് നാസർ അലിയെ കോഴിക്കോട് വലിയ ഖാദിയായി നിയോഗിച്ചു, സ്ഥാനമർത്ഥം അലങ്കരിച്ചു, സ്ഥാനത്തൊപ്പി അണിയിച്ചു കൊടുത്തുകൊണ്ട് ശിഹാബ് തങ്ങളാണ് അത് ആ വലിയ ദൗത്യം നിറവേറ്റിയത്. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ദക്ഷിണ കന്നഡയുടെ ഖാദിയായിട്ട് മഹാനായ സയ്യിദ് അബ്ദുൽ നാസർ ഹൈ ശിഹാബ് തങ്ങളുടെ എത്തിയിട്ടുള്ളത്. ഈ മഹനീയമായിട്ടുള്ള ചടങ്ങിൽ പങ്കുകൊള്ളുവാനും ആ കർത്തവ്യം ഇവിടെ നിർവഹിക്കുവാനും സാധിച്ചത് അത് ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ പരമ്പരാഗത ಶ್ರೇಷ್ಠತೆಯಾಗಿ ഞാൻ കാണുകയാണ്. ಇನ್ನು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಸಮಸ್ತದ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಯಾದ ಶೈಖುನಾ ಎಂಟಿ ಅಬ್ದುಲ್ಲಾ ಮುಸ್ಲಿಯರ್, ಸಮಸ್ತ ಕೋಶಾಧಿಕಾರಿಯಾದ ಶೈಖುನಾ ಕೊಯ್ಯಡ್ ಉಮರ್ ಮುಸ್ಲಿಯರ್, ಸಯ್ಯದ್ ಆಟಕೊಯ್ಯ ತಂಗಳ್ ಕುಮ್ಮೋಳ್, ಎಸ್ವೈಎಸ್ ಕೇಂದ್ರ ಕಾರ್ಯದರ್ಶಿಯಾದ ಅಬ್ಸು ಸಮಾದು ಪುಕ್ಕೋಡೂರು, ಆರೋಗ್ಯ ಸಚಿವರಾದ ಯುಟಿ ಖಾದರ್ ಸೇರಿದಂತೆ ಧಾರ್ಮಿಕ ಮುಖಂಡರು ಭಾಗಿಯಾಗಿದ್ದಾರೆ. ಇಂತಹ ಇನ್ನಷ್ಟು ಸುದ್ದಿಗಳಿಗಾಗಿ ನಮ್ಮ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ ಅನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ, ಬೆಲ್ ಐಕಾನ್ ಪ್ರೆಸ್ ಮಾಡಿ. ನಮ್ಮ ಫೇಸ್ಬುಕ್, ಇನ್ಸ್ಟಾಗ್ರಾಂನಲ್ಲೂ ಜೊತೆಯಾಗಿ ನಮ್ಮನ್ನು ಬೆಂಬಲಿಸಿ. ಜಾಹೀರಾತುಗಳಿಗಾಗಿ ಸಂಪರ್ಕಿಸಿ 9845478858 ಅಥವಾ 9972528110.